നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ തീർത്ഥാടനത്തിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലത്ത് വീഡിയോ എടുക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. പക്ഷേ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താനോ അവിടെ ഒന്ന് ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. കുറച്ച് നേരം ഞാനിവിടെ ഇരുന്നു. ഭയങ്കര ഹൈറ്റ് കാട്ടിക്കൂടെ ഉള്ള യാത്രയാണ്. ഭയങ്കര ഹൈറ്റാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപോത്തും ആനകളൊക്കെ പ്രസവിച്ച് കുഞ്ഞിന് ഫീഡിങ് ചെയ്യുന്ന, അവരുടെ ആനക്കുഞ്ഞിനും കാട്ടുപോത്തിൻ്റെ കുഞ്ഞിനൊക്കെ ഫീഡിങ് ചെയ്യുന്ന ടൈമിംഗ് ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സൈലൻ്റായിട്ട് ഇതിലേ പോകണമെന്ന്. കാരണം ആ സമയത്ത് ഇങ്ങനെ ഒച്ചയും ബഹളവും മനുഷ്യരുടെ മണമൊക്കെ കേൾക്കുമ്പോൾ അവർ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ബോർഡൊക്കെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വഴി പിടിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ വർഷങ്ങൾക്ക് മുമ്പ് അറിയാലോ, ഇവിടെ ബ്രിട്ടീഷിൻ്റെ ഭരണ കാലയളവിലൊക്കെ അവർക്ക് അതായത് തമിഴ്നാട്ടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് മൂന്നാർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ കൃഷി ചെയ്യാനായിട്ട്, അതായത് അവരാണ് തേയില ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ യൂക്കാലിസ് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അവരാണ്. അപ്പോൾ അവരന്ന് ഇതിലെ കണ്ടുപിടിച്ച് അവരാദ്യമായിട്ട് വെട്ടിയ റോഡാണ് ഈ പോകുന്നത്, കൊടൈക്കനാലിലേക്ക് പോകുന്ന റോഡാണിത്. അതായത് വയനാട്ടിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അന്ന് വയനാട്ടിൽ വന്നും ഇങ്ങനെ ഈ ചുരം കണ്ടുപിടിച്ച സമയത്ത് അവരുടെ പേര് പോകുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അന്ന് കരിന്തണ്ടനെയൊക്കെ അവരവിടെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള പിന്നെ എന്താ പറയുന്നത്, ഏറ്റവും വലിയ ചുരമാണ് അവിടെ വയനാട് ചുരം. പക്ഷേ അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് മൂന്നാറേക്കൊക്കെ പോകുവാനുള്ള വഴി അന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതും അന്ന് വെട്ടിയതാണ് ഈ റോഡ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റിൽ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്കെല്ലാം ഭയങ്കരമായ പാറയും കാര്യങ്ങളും, നിങ്ങൾ ഈ കൊടൈക്കനാലിലൊക്കെ വന്നവർക്കറിയാം, ഭയങ്കരമായ പാറയും അങ്ങനെയൊക്കെ ഉള്ള മലഞ്ചെരുവുകൾ, അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് നോക്കിയാൽ ലൈക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ വീഡിയോ എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇത് യൂക്കാലിസിൻ്റെ മൊത്തം യൂക്കാലിയാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് അരിമുറുക്ക് തിന്നു, പിന്നെ പരിപ്പുവട തിന്നു, ചക്ക, ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. അത് കാണിച്ചു. ഭയങ്കര അത് കണ്ടോ, ആ കാണുന്നുണ്ടോ, ഭയങ്കര ഹൈറ്റ് ആണ് അങ്ങോട്ടേക്കൊക്കെ. അവിടെയൊക്കെ യൂക്കാലിസ് നട്ടിട്ടുണ്ട്. ആളുകൾ കയറി ജോലി ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടങ്ങളിലൊക്കെ ഉള്ള ആളുകൾ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അവരൊക്കെ ഇങ്ങനെ കൊച്ചു വ്യാപാരങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് പഴം, പിന്നെ ഒരു സൈസ് കാട്ടിലുള്ള ഒരു സൈസ് കിഴങ്ങ് അവരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവച്ച് വിൽക്കുന്നത് ഞാൻ കണ്ടു. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് ആട്ട് സൂപ്പ് വെക്കുന്ന പോലെ വെച്ച് കഴിക്കുന്നതാണ്, അത് ജോയിൻറ്റ് പെയിനൊക്കെ നല്ലതാണ്, യൂട്യൂബിലൊക്കെ നെറ്റിൽ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. കിഴങ്ങ് അവിടെ ഉണ്ട്, വേണമെങ്കിൽ കണ്ണൻ അതൊന്ന് കാണിച്ചു കൊടുത്തു നോക്കി. ഇതിങ്ങോട്ടുള്ള വഴികളാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്. ഇതെല്ലാം യൂക്കാലി മരങ്ങളാണ് മൊത്തം നിൽക്കുന്നത്, കംപ്ലീറ്റ് യൂക്കാലി. പിന്നെ ഇവിടെ കണ്ട ഇവിടുത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇത് വെച്ചിരിക്കുന്നത്. കണ്ട പിന്നെ കാട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സുകളും ഇതെല്ലാം പഴങ്ങളൊക്കെ ഇട്ടേക്കാണ്. ഇങ്ങനെയുള്ള ഇതൊരു എൻഡിലാണ് സ്പേസ് ചെയ്തേക്കുന്നത്. എന്താ പേരെന്താ? രാജേന്ദ്രൻ. അതെ. ഇതെന്താണ് ഐറ്റം? മുടവാട്ടിക്കിഴങ്ങ്. ഇതാണ് പറഞ്ഞത് ഈ ജോയിന്റ് പെയിൻ ഒക്കെ അല്ലേ, ആയുർവേദമല്ലേ ഇത്? മുടവാട്ടിക്കിഴങ്ങ് അതാ. ഇതാണ് ഈ നട്ടല് വേദന, മുട്ടുവേദന, ജോയിന്റ് വേദനയിലൊക്കെ നമ്മൾ ആട്ടം സൂപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത്
അതേപോലെ തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം, കുക്ക് ചെയ്തിട്ട് കഴിക്കാം. മുടവാട്ടി കിഴങ്ങ് ഇത് ഗൂഗിളിലൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവുള്ളൊരു ഐറ്റമാണ്, ആയുർവേദമാണ്. അപ്പോൾ ഈ നടുവ്, കാല്, കൈ, കഴുത്ത് ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുക. ഇത് കൊടൈക്കനാലാണ് ഇത് കിട്ടുന്നത് അല്ലേ, എല്ലാ സ്പേസിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇത് വ്യാപകം. കാട്ടുകിഴങ്ങാണിത്, മുടവാട്ടി. ഇതെന്താണ്? ബെറി. യെസ്. പാറയിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്നതാണ്. ഇതിൻ്റെ മുകളിൽ തോട്ടമുണ്ട് കണ്ട, അവിടെ എല്ലാം വാഴയെല്ലാം നട്ടേക്കണ കണ്ട, തോട്ടമുണ്ട്. അപ്പം ഈ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റമാണ് ഇവർ ഇവിടെ കച്ചവടം ചെയ്യണത്. മുടവാട്ടിൽ കിഴങ്ങ് നല്ല സ്പേസ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു 21 കിലോമീറ്ററും കൂടി റൈഡ് ചെയ്യണം, മേളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഫുള്ള് പൈൻസാണ് നിൽക്കുന്നത്. യൂക്കാലിയുണ്ട്, പൈൻ മരങ്ങളും ഉണ്ട്. ഇത് പൈനാണ് ഈ നിൽക്കുന്നത്. ഇത് പൈൻ മരമാണ്. ഈ യൂക്കാലിയുണ്ട്. കൊടുങ്കാടിൻ്റെ ഉള്ളിൽ ചക്ക അവിടെ നിൽക്കണം. അപ്പം ഞങ്ങൾ റൈഡ് ചെയ്യട്ടെ. കാരണം മഞ്ഞ് വീഴ്ചയാണ്. മഞ്ഞ് രാത്രിയാകുമ്പോൾ കോട വീഴും നന്നായിട്ട്. അതിന് മുന്നേ എത്തണം. നല്ല തണുപ്പുണ്ട്. നമ്മളിങ്ങനെ വരുന്ന അനുസരിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുന്നതനുസരിച്ച് കാലാവസ്ഥ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തി. കൊക്കയാണ് താഴോട്ട് നല്ല കൊക്കയാണ്. അരുവി വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. താഴെ കണ്ടില്ല, ഭയങ്കര കൊക്കയാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്നതാണ്. അതുപോലെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഇത്രയും തിട്ടിലൊന്നും ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കി. നല്ല കൂളിങ്ങാണ്, കാരണം നമുക്ക് ടെൻഷനൊന്നുമില്ല, നല്ല റിലാക്സ്ഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാലിൽ പോകുന്നത്. പിന്നെ ഊട്ടി, പിന്നെ മൂന്നാർ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഊട്ടിയിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേ പോയിട്ടുണ്ട്. പിന്നെ മൂന്നാർ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊടൈക്കനാൽ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്രയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര നിഗൂഢമായ ചിലപ്പോ കാണാൻ പറ്റും ആനേനെയൊക്കെ ചിലപ്പോ കാണാൻ പറ്റും. കുറെ ജീവികളൊക്കെ നമ്മൾ കണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കണ്ട്. ഇതൊരു മുൾച്ചെടിയാണല്ലേ. ഇത് നെഗറ്റീവിന് ഔട്ട് ചെയ്യണ ഒരു ചെടിയാണ്. മുൾച്ചെടിയാണ്. കാട്ട് വേറെ കാര്യമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ വനത്തിൽ കൂടി കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് ഔഷധങ്ങളുണ്ട് ഇവിടെ. യൂക്കാലിസിൻ്റെ എണ്ണയാണെങ്കിൽ ഇപ്പോൾ ഇതിലെ പോയപ്പോൾ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് വന്നത്. പെട്ടെന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിരുന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥത എന്ത് ചെയ്ത് പോയി. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഇതിന്റെ കാറ്റും ഇതിന്റെ സ്മെല്ലും ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് അതെന്ത് ചെയ്തു, ഒറിജിനൽ അല്ലേ നമുക്ക് കിട്ടുന്നത്. യൂക്കാലിസിന്റെ മരമാണത് ഒടിഞ്ഞു വീണത്. കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ അതിലെ അങ്ങനെ ഒരു വയനാടല്ലേ ഞാൻ ഉണ്ടായിരുന്നേ, ജനിച്ചു വളർന്നൊക്കെ. അപ്പോൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ KSRTCക്ക് പോകുന്ന വഴി ഇതുപോലെ യൂക്കാലിസ് കാട്ടിക്കൂടെ ഞങ്ങൾ പോകുന്നത്. യൂക്കാലിസ് ഇങ്ങനെ ഉണ്ടാവും ഇഷ്ടം പോലെ, അട്ട ഉണ്ടാവും. അപ്പോൾ അന്നേരമൊക്കെ ഇങ്ങനെ അട്ട കയറിയിട്ട് അറിയില്ല കാലിലിരുന്ന് കഴിഞ്ഞാൽ. ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ വീർത്തിട്ട് ആ സമയത്തൊക്കെ അറിയത്തുള്ളൂ. കൊടൈക്കനാൽ കണ്ടില്ലേ, നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. അപ്പം കണ്ണാ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു കൊടൈക്കനാൽ. വെൽക്കം ടു കൊടൈക്കനാൽ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാം ഒത്തിരി ട്രാവൽ ചെയ്ത് ഈ ബൈക്കിലിരുന്ന് ട്രാവൽ ചെയ്ത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുളിക്കാനും
ഉറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ട്. വളരെ സൗഭാഗ്യം നിറഞ്ഞ യാത്ര തന്നെയാണ്. ഞങ്ങൾക്ക് കോടികളില്ല, പക്ഷേ ഞങ്ങൾ ശാന്തമായിട്ടാണ് യാത്ര. ഞങ്ങൾക്ക് കോടികൾ വേണ്ട, ഞങ്ങൾക്ക് കോടികൾ വേണ്ട. ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും പ്രകൃതിയുണ്ട്, ജനങ്ങളുമുണ്ട്. അപ്പം വെൽക്കം ടു കൊടൈക്കനാൽ. ഓ ഓ താഴ്വരയിൽ ഓ ഓ കടമ്പ് പൂക്കുമോ തന്നല്ലാതെ അപ്പൊ പറഞ്ഞ ലാസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യാ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറച്ച് അഹങ്കാരമാണെന്നും പറയും. വേറൊരാൾ പറഞ്ഞ എന്താ അറിയോ, ആരാ പറഞ്ഞ, ആ പരിഷ്കാരിയാണ്. എന്താന്ന് ഞങ്ങള് സാധാരണ 50 രൂപയുടെ ടീഷർട്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയത്. ഇതിനെത്ര? 35 രൂപയുടെ പാന്റിന്റെ വില എല്ലാം കൂടെ ഒരു 10,000 രൂപയുടെ ചില്ലറ തപ്പിപ്പറക്കി എല്ലാം കൂടെ ആ കൂട്ടത്തിലുള്ളതാണ് ഈ പാന്റ്. അപ്പൊ പാന്റിന്റെ കറക്റ്റ് വില എനിക്കറിയില്ല. ബാഗിന് എത്ര രൂപ അറിയോ? ബാഗ് നാച്ചുറലാണ്. ഇത് കൂടിയൊന്നും അല്ല, 350 രൂപയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. കണ്ണാടി വില എത്രയാണെന്നറിയോ? 60 രൂപ. ഒരു 60 രൂപ. ചെരുപ്പ് 150 രൂപ. പരിഷ്കാരി അയ്യോ. അപ്പൊ ശരി, എല്ലാവർക്കും ശാന്തി.